എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കേരള ആർട്ട് ആൻഡ് കൾച്ചറിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സാണ് നമ്മൾ ചെയ്യുന്നത്. ഫസ്റ്റ് ക്ലാസ്സിൻ്റെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മലയാളം ലിറ്ററേച്ചറുമായിട്ട് ബന്ധപ്പെട്ട പോയിൻറ്റ്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത്. അതിൻ്റെ കണ്ടിന്യൂഷനാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിലും ചെയ്യുന്നത്. നമുക്കറിയാം പൗരാണിക കവിത്രയങ്ങൾ എന്ന് പറയുന്നത് ചെറുശ്ശേരി, എഴുത്തച്ഛൻ, കുഞ്ചൻ നമ്പ്യാർ, ഈ 3 പേരാണ്. എഴുത്തച്ഛൻ അറിയപ്പെടുന്നത് കിളിപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് എന്ന രീതിയിലാണ്. മാസ്റ്റർ ഓഫ് കിളിപ്പാട്ട് ഫോം, പാരറ്റ് സോങ് എന്നാണ് പറയുന്നത്. എഴുത്തച്ഛൻ്റെ പ്രധാനപ്പെട്ട കൃതികളാണ് ഹി ഓതേർഡ് അധ്യാത്മ രാമായണം ആൻഡ് മഹാഭാരതം, കിളിപ്പാട്ട്. അടുത്ത പോയിന്റ്, എഴുത്തച്ഛൻ ഇസ് റിഗാർഡ് ആസ് ദി ഫാദർ ഓഫ് മലയാളം ലാംഗ്വേജ്. മലയാളം ലാംഗ്വേജിൻ്റെ പിതാവ് എന്നാണ് എഴുത്തച്ഛൻ അറിയപ്പെടുന്നത്. അടുത്ത പോയിന്റ്, മലയാളം ലിറ്ററേച്ചറിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവാർഡാണ് എഴുത്തച്ഛൻ പുരസ്കാരം. ദ ഫസ്റ്റ് റെസിപ്പിയൻ്റ് ഓഫ് എഴുത്തച്ഛൻ പുരസ്കാരം വാസ് സൂര്യനാട് കുഞ്ചൻ പിള്ളൈ. 1993 അതാദ്യമായി കൊടുത്തു തുടങ്ങിയത്. 2024 എഴുത്തച്ഛൻ പുരസ്കാരം കരസ്ഥമാക്കിയത് ശ്രീ NS മാധവനാണ്. KS മെയിൻസിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന പാക്കേജിന് ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 600 എക്സ്പെക്റ്റഡ് മെയിൻസ് ക്വസ്റ്റ്യൻസിൻ്റെ നല്ലൊരു PDF നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. വളരെ ഡീറ്റെയിൽ ആയിട്ട് മാക്സിമം ടോപ്പിക്സ് കവർ ചെയ്യുന്ന ഒരു PDF ആണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് മെയിൻസ് പ്രിപ്പറേഷന് ഹെൽപ്ഫുൾ ആവുന്ന രീതിയിലാണ് നമ്മളത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ടെലിഗ്രാം കോൺടാക്ട് നമ്പർ വഴി കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്ത പോയിന്റ്, ആട്ടകഥാസ് വേഴ്സസ് കമ്പോസ് ടു ബി സങ് ഡ്യൂറിങ് കഥകളി പെർഫോമൻസ്. കഥകളി പെർഫോമൻസിൻ്റെ ഒരു ലിറ്റററി ഫോമാണ് ആട്ടകഥാസ്. കഥകളി പെർഫോമൻസിൻ്റെ കൂടെ പാടുന്ന വേഴ്സസ് ആണത്. കൊട്ടാരക്കര തമ്പുരാൻ കമ്പോസ് രാമായണ ബേസ് ആട്ടകഥാസ് ഫോർ രാമനാട്ടം. കഥകളി എന്ന ആർട്ട് ഫോം ഒറിജിനേറ്റ് ചെയ്ത് രാമനാട്ടം എന്ന് പറയുന്ന ആർട്ട് ഫോമിൽ നിന്നാണ്. രാമനാട്ടം പെർഫോമൻസിനായിട്ട് അദ്ദേഹം കമ്പോസ് ചെയ്ത രാമായണ ബേസ് ആട്ടകഥാസിനെ പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത്. അടുത്ത പോയിന്റ്, ഇരയിമ്മൻ തമ്പി. അദ്ദേഹം സ്വാതി തിരുനാൾ മഹാരാജാവിൻ്റെ കോർട്ടിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഒരു പോയിറ്റാണ്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഹി ഈസ് നോട്ടഡ് ഫോർ കീചകവധം, അതുപോലെ തന്നെ ഉത്തരാ സ്വയംവരം, ദക്ഷയാഗം, അതുപോലെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഓമനത്തിങ്കൽ കിടാവ് എന്ന് പറയുന്നതും അദ്ദേഹത്തിൻ്റെ കൃതിയാണ്. നീലാംബരി രാഗത്തിലാണ് ഓമനത്തിങ്കൽ കിടാവ് അദ്ദേഹം രചിച്ചത്. സെക്രട്ടേറിയറ്റ് മെയിൻസ് പേപ്പർ 2 പാക്കേജിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു നോട്ട്സ് കവറേജ് ആണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ടെലിഗ്രാം കോൺടാക്ട് നമ്പർ വഴി ടെലിഗ്രാമിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്ത പോയിന്റ്, ശ്രീ കുഞ്ചൻ നമ്പ്യാർ വാസ് ബോൺ ഇൻ കിള്ളിക്കുരിശിമംഗലം, പാലക്കാട് ഡിസ്ട്രിക്ട്. അവിടെയാണ് അദ്ദേഹം ജനിച്ചത്. ഹി വാസ് പാട്രണൈസ്ഡ് ബൈ മാർത്താണ്ഡ വർമ്മ ആൻഡ് ധർമ്മരാജ. തുള്ളൽ ഹാസ് 3 ടൈപ്സ്, ഓട്ടൻ തുള്ളൽ, പറയൻ തുള്ളൽ ആൻഡ് സീതങ്കൻ തുള്ളൽ. ഈ 3 ടൈപ്സ് ആണ് തുള്ളലിനുള്ളത്. ആ തുള്ളൽ ടൈപ്സിൻ്റെ പേരാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓട്ടൻ തുള്ളൽ, പറയൻ തുള്ളൽ, സീതങ്കൻ തുള്ളൽ. അടുത്ത പോയിന്റ്, കല്യാണ സൗഗന്ധികം ഇസ് ദ ഫസ്റ്റ് തുള്ളൽ ഓഫ് കുഞ്ചൻ നമ്പ്യാർ. കുഞ്ചൻ നമ്പ്യാർ രചിച്ച കുഞ്ചൻ നമ്പ്യാറിൻ്റെ ആദ്യത്തെ തുള്ളലിൻ്റെ പേരാണ് കല്യാണ സൗഗന്ധികം. അടുത്ത പോയിന്റ്, രാമപുരത്ത് വാര്യർ. രാമപുരത്ത് വാര്യർ ഫേമസ് ഫോർ കുചേല വൃത്തം വഞ്ചിപ്പാട്ട്, ബോത്ത് സോങ്. ബോത്ത് സോങ് എന്ന് അറിയപ്പെടുന്ന കുചേല വൃത്തം വഞ്ചിപ്പാട്ട് രചിച്ചത് രാമപുരത്ത് വാര്യരാണ്. ഈ ഒരു ക്ലാസ്സിൽ മലയാളം ലിറ്ററേച്ചറിൻ്റെ ഭാഗമായിട്ട് ഇത്രയും പോയിന്റ്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അടുത്ത ക്ലാസ്സിൽ, നാളെയുള്ള അടുത്ത ക്ലാസ്സിൽ നമ്മൾ കേരള ആർക്കിടെക്ചറായിട്ട് ബന്ധപ്പെട്ടുള്ള പോയിന്റ്സാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിനുശേഷം ഇതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ നമ്മൾ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.